സോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്. കാരണം ഇത് ഷോർട്ട് എസ്സേയും ലോങ് എസ്സേ, മെയിനായിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടാണ് ചോദിക്കുന്നത്. സോ അതിൽ മിനിമം നമ്മൾ ഇത്രയെങ്കിലും എഴുതിയിരിക്കണം. അങ്ങനെ ഭയങ്കര കൺസൈസ്ഡ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഡിഫൈൻ, ആദ്യം ഡെഫിനേഷൻ എഴുതുക. ദ റേഷ്യോ ഓഫ് ഇൻഫൻറ്റ് ഡെത്ത്സ് രജിസ്റ്റേർഡ് ഇൻ എ ഗിവൺ ഇയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് രജിസ്റ്റേർഡ് ഇൻ ദ സെയിം ഇയർ. അപ്പോൾ യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ റേറ്റ് പെർ 1000 ലൈവ് ബർത്ത്. നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, ലൈക്ക് ഇതാണ് അതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ. നമ്പർ ഓഫ് ഡെത്ത് ഓഫ് ചിൽഡ്രൻ ലെസ് ദാൻ 1 ഇയർ ഓഫ് ഏജ് ഇൻ എൻ ഇയർ. പിന്നെ ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ദ സെയിം ഇയർ ഇൻറ്റു 1000. അപ്പോൾ റേറ്റ് എപ്പോഴും നമ്മൾ 1000-ലാണ് പറയുന്നത്. അത് ഈ റേറ്റ്സ് പഠിക്കുമ്പോൾ 100ഉം 1000 മാറിപ്പോരുത്. ഇൻ ഇന്ത്യ 1911 to 15 ഇത് ഇയേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡിക്രീസാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. 11, പിന്നെ 1970, 1980, 2020 ഒക്കെ ആയപ്പോഴത്തേക്കും 209 എന്നൊരു 28 വരെ കുറഞ്ഞു. പെർ 1000 എന്ന് പറയുമ്പോൾ അത്ര റേറ്റിന് ഡിഫറൻസ് ഉണ്ടായി. പിന്നെ വാസ് റീജിയണൽ വേരിയേഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ മധ്യപ്രദേശിന് 43 ഉണ്ട്, അതേസമയം കേരളത്തിന് 6 ഉള്ളൂ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ലിറ്ററസി റേറ്റും ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. IMR ഈസ് മോർ ഇൻ ഒഡീഷ, മധ്യപ്രദേശ്, ആസാം, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. എബോവ് നാഷണൽ ആവറേജാണ് ഇവർക്കെല്ലാം ഉള്ളത്. നാഷണൽ ആവറേജ് എന്ന് പറയുമ്പോൾ 28 ആണ്. പിന്നെ മോർട്ടാലിറ്റി പാറ്റേൺ എന്താ, മീൻസ് ഏജ് വെച്ചൊരു 79.7% കുട്ടികളും ഫസ്റ്റ് മന്തിൽ തന്നെ മരിക്കുന്നുണ്ട് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി നോക്കുമ്പോൾ. പിന്നെ നമ്മളൊരു 54.6% ഫസ്റ്റ് വീക്കിൽ മരിക്കും. പക്ഷേ മാക്സിമം സംഭവിക്കുന്ന ആദ്യത്തെ മണിക്കൂറുകളാണ്, 24 to 48 hours-ആണ്. നമ്മൾ സെക്സ് വെച്ച് നോക്കുമ്പോൾ നിയോനേറ്റൽ പീരീഡ് മെയിൽസാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്ന കുട്ടികൾ. അതേസമയം പോസ്റ്റ് നിയോനേറ്റൽ പീരീഡിൽ ഫീമെയിൽസ്. അതിൻ്റെ കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ് നമ്മുടെ രാജ്യത്തെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റ് നിയോനേറ്റൽ പീരീഡിൽ ഫീമെയിൽസ് മരിക്കാൻ. പിന്നെ നമ്മൾ പഠിക്കാൻ വന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയാണ്. അത് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു 2-3 ബോക്സിലായിട്ടാണ് ഞാൻ പഠിച്ചത്, മീൻസ് നോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബയോളജിക്കൽ ആദ്യം നമുക്ക് നോക്കാം. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ബർത്ത് വെയ്റ്റ് ആണ് മെയിനായിട്ടുള്ള കാരണം. ലൈക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി നമ്മൾ പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട ലോ ബർത്ത് വെയ്റ്റ് ആണ്. അപ്പം 2.5 കിലോഗ്രാമിന് കുറവോ അല്ലെങ്കിൽ 4 കിലോഗ്രാമിന് കൂടുതലോ, ഈ 2 റീസൺ കാരണം ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടാം. ഇതിപ്പോൾ ഇങ്ങനെ വെയിറ്റ് മാറാൻ കാരണം എന്താ, ടു പുവർ മെറ്റേണൽ ന്യൂട്രീഷനാണ്. ഇനി ഏജ് ഓഫ് മദർ, ഇപ്പം 19 ഇയേഴ്സിന് കുറവോ അല്ലെങ്കിൽ 30 ഇയേഴ്സിന് മേളിലോ ആണെങ്കിൽ ചാൻസ് കൂടുതലാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റിക്ക്. അതും ലെസ് എഡ്യൂക്കേറ്റഡ്, നമ്മൾ പറഞ്ഞു ലിറ്ററസിയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബർത്ത് ഓർഡർ, ഫസ്റ്റ് ബോൺ ഹാവ് ഹയർ ചാൻസ് ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ലേറ്റർ ചിൽഡ്രൻ മോസ്റ്റ്ലി പോസ്റ്റ് നിയോനേറ്റൽ പീരീഡ്. അപ്പം ഇതിൽ മെയിനായിട്ട് നോക്കുക ഫസ്റ്റ് ബോൺ അല്ലെങ്കിൽ ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ 5 കുട്ടികളുണ്ട്. അപ്പോൾ 5ാമത്തെ കുട്ടി കഴിഞ്ഞിട്ട് ഇപ്പം 6-7 കുട്ടികൾ, ഈ 6-7 കുട്ടികൾക്കൊക്കെ മരിക്കാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിലെ തന്നെ. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കൂടുതലായിരിക്കും, കാരണം ആവശ്യത്തിന് ന്യൂട്രീഷനൊന്നും കിട്ടാൻ പോകുന്നില്ല, അവർക്ക് നെഗ്ലക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബർത്ത് സ്പേസിങ് ഉണ്ടാവാം, ഇവിടെയും സെയിം തന്നെയാണ്. നെഗ്ലക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം വീനിങ് പെട്ടെന്ന് നിർത്താം. ബർത്ത് സ്പേസിങ് എന്ന് പറയുമ്പോൾ 2 കുട്ടികൾ തമ്മിലിടയിലുള്ള സ്പേസ്, ലൈക്ക് ഇയേഴ്സിൻ്റെ കണക്കിൽ മിനിമം ഒരു 4 ഇയേഴ്സ് ഇൻ്റർവെല്ലെങ്കിലും, മിനിമം എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 ഇയേഴ്സ് എങ്കിലും മിനിമം വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് 4 ഇയേഴ്സാണ്. യങ്ങസ്റ്റ് ബേബി മേ ബി ഡിസ്പ്ലേസ്ഡ്. അപ്പോൾ ഇവർക്ക് ഹയർ ചാൻസ് ഓഫ് മാൽന്യൂട്രീഷൻ ഉണ്ട്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡയേറിയ, ഡീഹൈഡ്രേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. മൾട്ടിപ്പിൾ ബർത്ത് ഒരു കാരണമാണ്, കാരണം ലോ ബർത്ത് വെയ്റ്റ് കാരണം ചാൻസ് കൂടാം ഇൻഫൻറ്റ് മോർട്ടാലിറ്റീൻ്റെ. പിന്നെ ഫാമിലി സൈസ് ഇൻക്രീസസ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ് ഓൾസോ ഇൻക്രീസ്ഡ്. കാരണം സ്ലമ്മിലൊക്കെ കൂടുതൽ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു, അപ്പോൾ ഓവർ ക്രൗഡിങ് ഒക്കെ ഉണ്ടാകുന്നു, കൂടുതൽ ഇൻഫെക്ഷന് ചാൻസ് ഉണ്ടാകുന്നു, അത്രയേ ഉള്ളൂ. ഹൈ ഫെർട്ടിലിറ്റി, അതും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതൊരു ആക്ച്വലി ഡയറക്റ്റ്ലി പ്രൊമോഷനാണ്. ഫെർട്ടിലിറ്റി കൂടുമ്പോൾ എന്താ, കുട്ടികൾ കൂടും, അപ്പം കുട്ടികൾ മരിക്കാനുള്ള ചാൻസും കൂടും. ഇനി എക്കണോമിക്കായിട്ട് മെയിൻ പുവർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഈ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പുവർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സ്ലംസും ഇൻഫെക്ഷൻസ്
ലൈക്ക് സ്ലംസാണ് നമ്മൾ മെയിനായിട്ട് ഇത് നോക്കുന്നത്. സ്ലംസിൽ ഓവർ ക്രൗഡിങ്ങും സാനിറ്റേഷൻ കുറവൊക്കെ ആയതുകൊണ്ട് ഇൻഫെക്ഷൻസ് കൂടും. അപ്പോഴും അതൊരു ഫാക്ടറാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കൂട്ടാൻ. ഇനി കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. കൾച്ചർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ്. ഇപ്പോൾ ചിലവർ പറയും അത് കുഴപ്പമില്ല, ഫോർമുല കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ ന്യൂട്രീഷണൽ കണ്ടൻസ് IgE ആൻറ്റിബോഡീസും കമ്പൾസറിയാണ് 6 months. ലൈക്ക് കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടി അമ്മയും തമ്മിൽ ഒരുപോലെ ഒരേ എൻറ്റിറ്റി പോലെയാണ്. അപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ മാത്രമാണ് കുട്ടിക്ക് ഫുൾ ന്യൂട്രീഷൻ കിട്ടുള്ളൂ. അപ്പം കമ്പൾസറി 6 months എങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കൂടാം. ഏർലി വീനിങ് അല്ലെങ്കിൽ ബോട്ടിൽ ഫെഡ് ഇൻഫൻറ്റ്സ് ലിവിങ് അണ്ടർ പുവർ ഹൈജീനിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഒരു ഫുള്ളി ബ്രസ്റ്റ് ഫെഡ് ആയിട്ടൊരു കുട്ടിയും വീനിങ് പെട്ടെന്ന് തുടങ്ങിയ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പം ചാൻസ് മരിക്കാൻ അല്ലെങ്കിൽ മോർട്ടാലിറ്റി കൂടാൻ ചാൻസ് ഈ വീനിങ്സ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. റിലീജിയൻ ആൻഡ് കാസ്റ്റ്. ഇപ്പം അതിൽ നമ്മുടെ ലൈവ്ലിഹുഡാണ് ആക്ച്വലി നമ്മൾ നോക്കുന്നത്. ക്ലെൻലിനെസ്, ഈറ്റിംഗ്, ക്ലോത്തിങ്, ചൈൽഡ് കെയർ എല്ലാം അതിൻ്റെ അകത്ത്. റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുമ്പം എല്ലാം നോക്കും. പിന്നെ ഏർലി മാരേജസ് ലൈക്ക് 19 years താഴെ റിസ്ക് ഓഫ് നിയോനേറ്റൽ ആൻഡ് പോസ്റ്റ് നിയോനേറ്റൽ മോർട്ടാലിറ്റി കൂടും. ഇനി സെക്സ് ഓഫ് എ ചൈൽഡ്, ഫീമെയിൽ ചൈൽഡ് ഈസ് അൺവെൽക്കം. അത് ഇന്ത്യയിലൊരു കസ്റ്റം പോലെയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും ഫീമെയിൽ കുട്ടികളുണ്ടാവുന്ന വളരെ നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് അവർ പോസ്റ്റ് നിയോനേറ്റൽ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നിയോനേറ്റലിൽ മെയിൽസാണ് മരിക്കുന്നതെങ്കിലും പോസ്റ്റ് നിയോനേറ്റലിൽ ഫീമെയിൽസാണ് മരിക്കുന്നത്, ഫീമെയിൽ കുട്ടികളാണ് കൊല്ലുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് മദറിങ്, ആർട്ട് ഓഫ് ചൈൽഡ് കെയർ എന്ന് പറഞ്ഞാൽ അത് അമ്മമാർ തന്നെ പഠിക്കേണ്ടതാണ്. പിന്നെ മറ്റേണൽ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ് ദ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ലിറ്ററേറ്റ് വുമൻ. ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ലിറ്ററേറ്റ് വുമൻ മാരീസ് ലേറ്റ്, ഫാമിലി പ്ലാനിങ് അവയർനെസ് ഒക്കെ അവർക്ക് കാണും. അപ്പോൾ മറ്റേണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഈ ഒരു പ്രായത്തിലേക്ക് 19 years താഴെയാണെങ്കിൽ അത് റിസ്ക്കാണ്. അതൊക്കെ അറിയാവുന്നൊരു വിമന് എന്തായാലും ലേറ്റായിട്ടേ മാരേജ് ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ അപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള സ്പേസിങ്, ഫാമിലി പ്ലാനിങ് എല്ലാം അവർക്ക് ഏകദേശം ഒരു ഐഡിയ കാണും. പിന്നെ മറ്റേണൽ എഡ്യൂക്കേഷൻ, ഇനി പറഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ മറ്റേണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഇപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുമ്പം ഇനഡിക്കേറ്റ് പ്രീനേറ്റൽ കെയർ ആൻഡ് ഇൻഫ്രീക്വൻറ്റ് അറ്റൻഡൻസ് ടു ഡെലിവറി, അത് കാരണമൊക്കെ IMR കൂടാം. പിന്നെ ഷോർട്ടേജ് ഓഫ് ദ ട്രെയിൻ പേഴ്സണൽ ലൈക്ക് ദായ്സ്, മിഡ്വൈസ്, ഹെൽത്ത് വിസിറ്റ്. ഇപ്പം വില്ലേജസിലൊക്കെ ആണെങ്കിൽ കൂടുതലും ദായ്സ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കുറേ ഹൈജീനിക് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയറിൻ്റെ ക്വാളിറ്റി തന്നെ കുറയും. അങ്ങനെയും മോർട്ടാലിറ്റി സംഭവിക്കാം. ബ്രോക്കൺ ഫാമിലീസ്, ഇപ്പോൾ ഡിവോഴ്സ്ഡ് ഒക്കെ ആണെങ്കിൽ കുട്ടീനെ നോക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നില്ല, സോ നെഗ്ലക്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ ഇലെജിറ്റിമേറ്റ്, ഇവിടെ അൺവാണ്ടഡ് ആണ്, മദർക്കും വേണ്ട അല്ലെങ്കിൽ സൊസൈറ്റിക്കും വേണ്ട, കുട്ടി ഒരു ബാധ്യത പോലെ. അപ്പോൾ കുട്ടിക്ക് ന്യൂട്രീഷൻ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ സംഭവിക്കാം. പിന്നെ ബ്രൂട്ടൽ ഹാബിറ്റ്സ് ആൻഡ് കസ്റ്റംസ്, ഇത് ചില ഏരിയയിലുള്ളതാണ്, അല്ലെങ്കിൽ ചില പ്ലേസസ് ഓഫ് ഇന്ത്യ നടക്കുന്നതാണ്. ലൈക്ക് കൗഡംഗോൺ പ്ലാസൻ്റ ചിലപ്പോൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഡിപ്രൈവിങ് കൊളസ്ട്രോൾ, കാരണം കൊളസ്ട്രോൾ നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കാണും. നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ബാക്കിയായിട്ട് ഇൻഡിജിനസ് ദായി, ഇപ്പോൾ അൺട്രെയിൻഡ് മിഡ് വൈഫ് അല്ലെങ്കിൽ അൺഹൈജീനിക് പ്രാക്ടീസസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ ബാഡ് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ, ഇതെല്ലാം എൻവയോൺമെൻറ്റിൽ വരും. നോ സേഫ് വാട്ടർ ഓർ സപ്ലൈ, പുവർ ഹൗസിങ്, ഓവർ ക്രൗഡിങ്, ബാഡ് ഡ്രെയിനേജ്, ഇതൊക്കെ കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇനി പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെസ്, ഇത്രയും നേരം നമ്മൾ ഫാക്ടേഴ്സ് പറഞ്ഞു. ഇനി നമുക്ക് പ്രിവെൻഷൻ എങ്ങനെയാണ്. പ്രീനേറ്റൽ ന്യൂട്രീഷൻ ടു ഇംപ്രൂവ് മറ്റേണൽ ന്യൂട്രീഷൻ, അതാണ് നമ്മുടെ മെയിൻ എയിം ഇതിൻ്റെ അകത്ത്, പ്രീനേറ്റലി. അപ്പം ഇത് ആക്ച്വലി ലാസ്റ്റ് 4 weeks ഓഫ് പ്രഗ്നൻസിയിൽ നമ്മൾ അമ്മയുടെ ന്യൂട്രീഷൻ അങ്ങ് കൂട്ടും. 500 kcal കൂട്ടി 10 gram പ്രോട്ടീനും കൂട്ടും. പിന്നെ ICDS ഉണ്ടല്ലോ, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ്, എന്ന് വെച്ചാൽ അംഗൻവാടി കൂടെയുള്ള സപ്ലിമെൻറ്റേഷനും കാര്യമൊക്കെ കൂടി, അതെല്ലാം പ്രീനേറ്റൽ ന്യൂട്രീഷനിൽ വരുന്ന സ്കീംസാണ്. ഇനി പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ, അപ്പോൾ ഇത് മെയിനായിട്ട് പ്രിവെൻറ്റബിൾ ബൈ ഇമ്മ്യൂണൈസേഷൻ. പ്രഗ്നൻ്റ് ആയ വിമൻ എടുക്കേണ്ട ഇമ്മ്യൂണൈസേഷൻസ് ഉണ്ട്, ലൈക്ക് ടെറ്റനസ് ഒക്കെ ഒരു പ്രിവെൻറ്റബിൾ. നമുക്ക് അതേപോലെ 9 vaccine പ്രിവെൻറ്റബിൾ ഡിസീസസ് ഉണ്ട്, അതിനെക്കുറിച്ച് അതിലെഴുതാം. ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമ്പം 6 months കമ്പൾസറി ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടായിരിക്കണം, കാരണം അത് നമുക്ക് GI റെസ്പിറേറ്ററി ഇൻഫെക്ഷനെ തടയാൻ സഹായിക്കും.
ഗ്രോത്ത് മോണിറ്ററിങ്, അത് നമുക്ക് അംഗൻവാടീസിലൊക്കെ ചെല്ലുമ്പോൾ കാണാം. ഓരോ കുട്ടികളുടെ പേരും അവരുടെ ഹൈറ്റും വെയ്റ്റും കാണിക്കുന്ന ഒരു ഗ്രോത്ത് ചാർട്ട്സ്. ആ ഗ്രോത്ത് ചാർട്ട് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യണം ചിൽഡ്രൻ അറ്റ് റിസ്ക് ഓഫ് മാൽന്യൂട്രീഷൻ. അപ്പം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. അപ്പം കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കൊടുക്കാം. പിന്നെ ഫാമിലി പ്ലാനിങ് ആണ്. ഫാമിലി ലിമിറ്റേഷൻ ആൻഡ് സ്പേസിങ്. ദ ലാസ്റ്റ് ചൈൽഡ് ഈസ് ബോൺ ലെസ് ദാൻ 2 years. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസിങ് പറഞ്ഞതാണ്. ഇപ്പം 2 വർഷം പോലും സ്പേസ് ഇല്ല 2 കുട്ടികൾ തമ്മിൽ. അങ്ങനെ വരുമ്പം ഇളയ കുട്ടീനെ നെഗ്ലക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സാനിറ്റേഷൻ, ഇൻഫെക്ഷൻ ഫ്രം ദ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ലാക്ക് ഓഫ് എലമെൻ്ററി ഹൈജീൻ, ഫ്ലൈസ്, പുവർ ഹൗസിങ്. പിന്നെ പ്രൊവിഷൻ ഓഫ് PHC, ഇപ്പോൾ പ്രീനേറ്റൽ കെയർ ഫോർ മദേഴ്സ് വിത്ത് ഹൈ റിസ്ക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ ബേബി യൂണിറ്റ്സ് ഫോർ ബേബീസ് വെയിങ് ലെസ് ദാൻ 2000 gram. പ്രോപ്പർ റെഫറൽ സർവീസസ്, ട്രെയിനിങ് ഹെൽത്ത് വർക്കേഴ്സ്. ഇതാണ് നമ്മൾ PHCയിൽ നോക്കുന്നത്. ഒന്ന് പ്രീനേറ്റൽ കെയർ ഉണ്ട്, മദേഴ്സിന് സപ്ലിമെൻറ്റേഷൻ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ, ഇമ്മ്യൂണൈസേഷൻ കാര്യമൊക്കെ. പിന്നെ സ്പെഷ്യൽ കെയർ ബേബി യൂണിറ്റ്സ് വേണം. ഇപ്പോൾ കൊച്ച് ഭയങ്കര ലോ ബർത്ത് വെയ്റ്റ് ആയിട്ടാണ് ജനിച്ചത്. അപ്പം നമ്മൾ മോർട്ടാലിറ്റി തടയാൻ വേണ്ടി നമ്മളൊരു കുട്ടീനെ സ്പെഷ്യൽ കെയർ ബേബി യൂണിറ്റ്സിലാണ് വയ്ക്കുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള റെഫറൽ യൂണിറ്റ് സർവീസസ് വേണം. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, മെയിനായിട്ട് എവിടെയാണ് പുവറായിരിക്കും. ഇപ്പോൾ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പുവറാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൂട്ടാൻ നോക്കണം, ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം. ലൈക്ക് സാനിറ്റേഷൻ, ലിറ്ററസി, ഹൗസിങ്, അതെല്ലാം ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാം. ഇനി എഡ്യൂക്കേഷൻ, ഫീമെയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോർണർ സ്റ്റോൺ ആണ് ആക്ച്വലി. നമ്മൾ ബെറ്റർ ഹെൽത്തിന് വേണ്ടി ശരിക്കും അവരെ നന്നായി പഠിപ്പിച്ചാൽ മാത്രം മതി. കാരണം തമിഴ്നാട്ടിൽ ഒരു സർവേ എടുത്തപ്പോൾ അവിടെ മിഡ് ഡേ മീൽ സ്കീംസ് കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ മാൽന്യൂട്രീഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം കുട്ടികൾ സ്കൂളിൽ വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പം ലിറ്ററസി കൂടി, പിന്നെ മോർട്ടാലിറ്റിയും ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇമ്മ്യൂണൈസേഷൻ്റെയും അതും കൂടി, ചാൻസസും കൂടി, ഇമ്മ്യൂണൈസേഷൻ കൂടുതലായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. താങ്ക് യു.